ഇത് കണ്ടോ, ഇത് സീക്കോയിൽ നിന്നുള്ള ഏറ്റവും പോപ്പുലറും ഐക്കോണിക്കുമായ ഡൈവേഴ്സ് വാച്ചാണ് സീക്കോ XKS009. ഇതിൻ്റെ അസംബ്ലിംഗ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ പാർട്സുകളുടെ പേരും ആ കൂടെ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഷോക്ക് അബ്സറുകളാണ് ആദ്യം ഫിറ്റ് ചെയ്യുന്നത്. അതിൻ്റെ എൻസ്റ്റോൺ പീസുകളായ ടോപ്പ് ജുവലുകൾ ഫസ്റ്റിലെ ഓയിൽ ചെയ്ത് അത് ഫിറ്റ് ചെയ്യുകയാണ് ആദ്യം. സീക്കോയുടെ XKS009 വാച്ചുകൾ എന്ന് പറഞ്ഞാൽ നീലയും ചുവപ്പും ഇടകലർന്ന പെപ്സി ബസ്സിൽ വരുന്ന വാച്ചുകളാണ്. 1970കളുടെ അവസാനം 80കളുടെ തുടക്കത്തിലാണ് പെപ്സി ബസ്സിലുള്ള സീക്കോ വാച്ചുകൾ ഇറങ്ങുന്നത്. ആദ്യം വന്നിരുന്ന കാലിബർ 61 സീരീസ് മൂവ്മെൻറ്റുകളായിരുന്നു. അതിനുശേഷം 6309, 6319 ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഈ കാലിബർ വരുന്നത്. ഇത് കാലിബർ നമ്പർ 7S26 ആണ്. ഇതിൻ്റെ ഷോക്ക് പ്രൂഫിൻ്റെ സ്പ്രിങ് ഫിറ്റ് ചെയ്യുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത് ഓട്ടോമാറ്റിക് റിഡക്ഷൻ വീലാണ്. ഫസ്റ്റ് റിഡക്ഷൻ വീലിൽ മാജിക് ലിവർ അഥവാ പോൾ ലിവർ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. 7S സീരീസ് വാച്ചുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ ട്രെയിൻ വീൽ ബ്രിഡ്ജിൽ തന്നെയാണ് ഇതിൻ്റെ ഓട്ടോമാറ്റിക് സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. അതിനുശേഷം കംപ്ലീറ്റ് ബാരലാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. ഈ 3 കാര്യങ്ങളും പ്രീ അസംബ്ലി സെക്ഷനായിരുന്നു. ഇനിയാണ് മൂവ്മെൻറ്റ് അസംബ്ലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റിലെ സെൻട്രൽ വീൽ ബ്രിഡ്ജ് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യുകയാണ്. പിന്നീട് ബാരലാണ് വെക്കുന്നത്. അതിനുശേഷം ക്ലിക്കാണ്, വൈൻഡിങ് ക്ലിക്ക്, എസ്കേപ്പ് വീൽ, ഫസ്റ്റ് വീലുകളെല്ലാം കറക്റ്റ് പൊസിഷനിൽ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് തേർഡ് വീല് അസംബ്ലി ചെയ്യുന്നത്. അതിനുശേഷം ട്രെയിൻ വീൽ ബ്രിഡ്ജിൻ്റെ അസംബ്ലിയാണ്. അത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തതിന് ശേഷമാണ് സ്ക്രൂ ചെയ്ത് മുറുക്കുന്നത്. 7S26ൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതിൻ്റെ ട്രെയിൻ വീൽ ബ്രിഡ്ജും ബാരൽ ബ്രിഡ്ജും ഒറ്റ പ്ലേറ്റിൽ തന്നെയാണ്. ട്രെയിൻ വീൽ ബ്രിഡ്ജിൻ്റെ അസംബ്ലി എന്ന് പറഞ്ഞാൽ വാച്ച് അസംബ്ലിയിലെ ഏറ്റവും കോംപ്ലിക്കേറ്റഡായ, ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ്. വീലുകളുടെ എല്ലാം പൊസിഷൻ കറക്റ്റാണോ എന്ന് നോക്കണം. അതിനുശേഷം സ്ക്രൂ നമ്മളൊരു ഹാഫാണ് ആദ്യം മുറുക്കുന്നത്. വീണ്ടും ഒന്നുകൂടെ കൺഫേം ചെയ്യും വീലുകളുടെ പൊസിഷൻ എല്ലാം കറക്റ്റാണോ, എല്ലാ വീലുകളും ഫ്രീ ആണോ എന്ന് നോക്കിയതിന് ശേഷം പിന്നീട് ഫുള്ള് സ്ക്രൂ ടൈറ്റ് ചെയ്യും. സീക്കോയുടെ 7S കാലിബറിലെ ഏറ്റവും വലിയ ഡയമീറ്ററുള്ള വീലാണിത്, റാച്ചറ്റ് വീല്. അതിൻ്റെ സ്ക്രൂവിന് അതുപോലെ തന്നെയാണ് വലിയ ഡയമീറ്ററുള്ള സ്ക്രൂ ആണത്. എല്ലാ മെക്കാനിക്കൽ ഓട്ടോമാറ്റിക് വാച്ചുകളുടെയും പവർ സോഴ്സ് അതിൻ്റെ ബാരലാണ്. ബാരലിൽ നിന്നുള്ള ഡയറക്റ്റ് കണക്ഷനാണ് റാച്ചറ്റ് വീല്. പിന്നീട് നമ്മൾ ഡയൽ സൈഡാണ് ഫിറ്റ് ചെയ്യുന്നത്. ആദ്യം ഫിറ്റ് ചെയ്യുന്നത് കാനൻ പിനിയൻ, മിനിറ്റ് വീൽ, ഡേ ഡേറ്റ് ഡ്രൈവിംഗ് വീൽ, ഹവർ വീൽ, ഡേ ആൻഡ് ഡേറ്റ് ഇൻ്റർമീഡിയറ്റ് വീൽ, ഡേറ്റ് കറക്റ്റർ വീൽ, ഡേറ്റ് കലണ്ടർ ഡിസ്ക്, ഡേറ്റ് ജമ്പർ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ക്ലിക്ക് പൊസിഷൻ ചെയ്യണം. അതിനുശേഷം ഡേറ്റ് കലണ്ടർ ഗാർഡ്. ഈ വാച്ചിൻ്റെ കലണ്ടർ വീലുകളും കലണ്ടറും ഒക്കെ ഹൈ ഗ്രേഡ് പ്ലാസ്റ്റിക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഡേറ്റ് കലണ്ടർ ഗാർഡ് നമ്മൾ ഫുള്ളായിട്ട് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്തതിന് ശേഷം ഡേ കറക്റ്ററാണ് ഫിറ്റ് ചെയ്യുന്നത്. ഡേ കറക്റ്ററും പ്ലാസ്റ്റിക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ പോർഷൻ്റെയും അസംബ്ലി ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ വീലുകളൊക്കെ കറക്റ്റാണോ, എല്ലാം ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളൊന്നുകൂടെ കൺഫേം ചെയ്യും. അതിനുശേഷം ഇത് ഡേ സ്റ്റാർ കലണ്ടറാണ്. അതിനുശേഷം അതിൻ്റെ സ്നാപ്പ് വെച്ച് ടൈറ്റ് ചെയ്യും. ഇത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഇത്രയും നമ്മൾ ചെയ്ത ഏരിയ എല്ലാം കറക്റ്റാണോ, വീലുകളെല്ലാം കറക്റ്റായിട്ട് ജമ്പ് ചെയ്യുന്നുണ്ടോ, എല്ലാ ഏരിയയും വർക്ക് ചെയ്യുന്നുണ്ടോ എന്നെല്ലാം കൺഫേം ചെയ്തതിന് ശേഷമാണ് പല്ലറ്റ് ഫോർക്ക് ഫിറ്റ് ചെയ്യുന്നത്. പല്ലറ്റ് ഫോർക്ക് കവർ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യും. പല്ലറ്റ് ഫോർക്കിൻ്റെ അസംബ്ലി ചെയ്ത് കഴിഞ്ഞാൽ ഒരു റൗണ്ട് വൈൻഡ് ചെയ്ത് കഴിഞ്ഞ് എസ്കേപ്മെൻറ്റ് കറക്റ്റാണോ എന്ന് കൺഫേം ചെയ്യും. പിന്നീട് ബാലൻസ് കോക്ക് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബാലൻസ് കോക്ക് വെച്ച് കഴിയുമ്പം തന്നെ വാച്ചിൻ്റെ ടിക്കിങ് ആരംഭിക്കും. വാച്ച് വർക്ക് ചെയ്ത് തുടങ്ങും. പിന്നീട് നമ്മൾ ഫുൾ വൈൻഡ് കൊടുക്കും. മാക്സിമം വൈൻഡ് കൊടുത്തേച്ച് സെക്കൻഡ് റിഡക്ഷൻ, ഓട്ടോമാറ്റിക് റിഡക്ഷൻ വീലാണ് ഫിറ്റ് ചെയ്യുന്നത്. അത് മാജിക് ലിവറിൻ്റെ പൊസിഷൻ കറക്റ്റാക്കി സ്ക്രൂ ചെയ്ത് മുറുക്കും. ഈ കാലിബറിൽ സെക്കൻഡ് റിഡക്ഷൻ വീലിൻ്റെ സ്ക്രൂ വരുന്നത് ഇടം പിരിയൻ സ്ക്രൂ ആണ്. ഇടത്തേക്ക് തിരിച്ചാണ് അത് ടൈറ്റ് ചെയ്യുന്നത്. പിന്നീട് ഓസിലേറ്റിംഗ് വെയിറ്റ് ആണ് വയ്ക്കുന്നത്. ഓസിലേറ്റിംഗ് വെയിറ്റ് കറക്റ്റായിട്ട് സ്ക്രൂ ചെയ്തതിന് ശേഷം മാജിക് ലിവറിൻ്റെ പ്രവർത്തനം കറക്റ്റാണോ എന്ന് നമ്മൾ കൺഫേം ചെയ്യും. പിന്നീട് ഡയലാണ് വയ്ക്കുന്നത്. ഈ ഡയലിനൊരു പ്രത്യേകതയുണ്ട്. സീക്കോയുടെ SKX സീരീസിൽ വരുന്ന ഡയലുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവർ മാർക്കേഴ്സ് വളരെ ബോൾഡായിരിക്കും. അത് ലോ ലൈറ്റ് കണ്ടീഷനിൽ ഏറ്റവും നന്നായിട്ട് കാണാൻ പറ്റിയ വലിയ ലൂമിയുള്ള ഡയലുകളാണ് SKX സീരീസിൽ വരുന്നത്. ഡയൽ പോലെ തന്നെയാണ് ഇതിൻ്റെ ഹാൻഡ്സുകളും.
വലിയ ലൂമിയുള്ള ബോൾഡായ ഹാൻഡ്സുകളാണ് ഇതിന് വരുന്നത്. അത് കറക്റ്റ് 12 o'clock മിഡ് നൈറ്റിന് കലണ്ടർ ചേഞ്ച് ആകുന്ന രീതിയിൽ പൊസിഷൻ ചെയ്താണ് അത് ഫിറ്റ് ചെയ്യുന്നത്. പിന്നീട് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കേസിലേക്ക് നമ്മൾ കേസിംഗ് ആണ് ചെയ്യുന്നത്. ലൂബ്രിക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാസ്കറ്റ് കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്യും. ആ കൂടെ തന്നെ ക്രൗണ്ട് ഗാസ്കറ്റിനും ലൂബ്രിക്കേഷൻ കൊടുത്ത് അത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് ബാക്ക് കവർ വെച്ച് ഫുൾ ടൈറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ അതിൻ്റെ വാട്ടർ പ്രഷർ ടെസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. സാധാരണ ഡൈവർ വാച്ചുകളെല്ലാം നമ്മൾ വാട്ടർ പ്രൂഫ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഈ വാച്ച് 200 മീറ്റർ വാട്ടർ റെസിസ്റ്റൻ്റ് ഉള്ള സീക്കോയുടെ ഡൈവേഴ്സ് വാച്ചാണ്. ഇപ്പോൾ ഇതിൻ്റെ ഏകദേശം പണി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. പിന്നീട് ഇതിൻ്റെ സ്ട്രാപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഇത് സീക്കോയുടെ ഏറ്റവും പുതിയ ഡൈവേഴ്സ് വാച്ചിൻ്റെ സ്ട്രാപ്പാണ്. വളരെ ഭംഗിയുള്ള സിലിക്കൺ സ്ട്രാപ്പാണത്. സീക്കോ SKX009 എന്ന പെപ്സി മോഡൽ വാച്ച് 2019 ഡിസ്കണ്ടിന്യൂഡ് ആയ വാച്ചാണ്. അന്ന് ഡിസ്കണ്ടിന്യൂഡ് ആകുമ്പോൾ ഇതിന് ഏകദേശം ഇന്ത്യൻ മണി 20,000 ആയിരുന്നു വില. സാധാരണ റോളക്സ് വാച്ചൊക്കെ ഡിസ്കണ്ടിന്യൂഡ് ആയതിനു ശേഷം അതിൻ്റെ ഡിമാൻഡ് മാർക്കറ്റിൽ വളരെയധികം കൂടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സീക്കോയുടെ SKX009 എന്ന പെപ്സി മോഡൽ വാച്ച് ഡിസ്കണ്ടിന്യൂഡ് ആയതിനു ശേഷം ഈ വാച്ചിനെക്കുറിച്ചുള്ള എൻക്വയറി വല്ലാതെ അങ്ങ് കൂടുകയും സ്വാഭാവികമായിട്ടും ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ വളരെ ഹൈപ്പിലേക്ക് പോവുകയാണ് ചെയ്തത്. നമ്മുടെ നോട്ടത്തിൽ വലിയ പ്രത്യേകതകളൊന്നും ഇല്ലാത്ത ഒരു സാധാരണ വാച്ച് മാത്രമാണിത്. എന്നാൽ സീക്കോയെ സംബന്ധിച്ച് SKX009 എന്ന വാച്ച് നോട്ട് ഓൺലി എ ടൈം പീസ്, ഇതവരുടെ ഡൈവേഴ്സ് വാച്ച് ലോകത്തിൻ്റെ സിമ്പലാണ്.